ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആൻഡ് ഇന്ന് വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഈ സാമ്പിൻ്റെ എങ്ങനെ സാമ്പ് കയറാൻ കളിക്കുക എന്നുള്ളതാണ്. പെട്ടെന്ന് ചെയ്യുകയാണ് വീഡിയോ, ഒന്നും നോക്കുന്നില്ല, ഒന്നും ഡിലേ അടിക്കുന്നില്ല. ഓക്കെ, ആദ്യം തന്നെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക, സെർച്ച് എടുക്കുക, ഡിസ്കോഡ് എന്ന് അടിക്കുക. അപ്പോൾ ഡിസ്കോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ അടിക്കുക, ഓപ്പൺ ആക്കുക. പിന്നെ നിങ്ങൾ ഫോൺ നമ്പറോ ഗൂഗിൾ അക്കൗണ്ടോ വെച്ച് ജോയിൻ ചെയ്യുക. അതിൽ എന്തായാലും ഫോൺ നമ്പർ വെച്ച് കയറുകയാണെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് എന്തായാലും മസ്റ്റായിട്ട് ലിങ്ക് ചെയ്ത് വെക്കുക. കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസിൽ വരിക. ഈ സൈഡിൽ കണ്ട ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്ന അവിടെ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാകത്തില്ല. ഈ താഴെ തന്നെ ആ പ്ലസ് സാധനം മാത്രം കാണത്തുള്ളൂ. അപ്പോൾ ഈ മേലുള്ള ഒരു ചാറ്റിൻ്റെ സാധനം. അപ്പം നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുന്ന മൊത്തം ഒരു സെർവറാണ്. ആക്ച്വലി സെർവർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ്, മനസ്സിലായി, ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യൂട്യൂബ് എടുക്കാന്നല്ല, നമ്മളെ വീടിൻ്റെ കമൻറ്റ് ബോക്സ് എടുക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും RP സെർവർ എന്നുണ്ടാവും. ജസ്റ്റ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ക്രോമിലോട്ട് പോവുക. ജസ്റ്റ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ ഇതിലേക്ക് വരും. ഇത് ഓൾറെഡി എൻ്റെ അടുത്ത് ആ സെർവർ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഗോറ്റ് സെർവറിനാണ്, നിങ്ങൾക്ക് ജോയിൻ സെർവർ എന്നായിരിക്കും. ജസ്റ്റ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ സെർവറിലോട്ട് വരും. ആ സെർവറിലെ ഇൻ്റർഫേസ് ഇതായിരിക്കും. ഈ സൈഡിൽ സെർവറും ഈ സൈഡിൽ ഗ്രൂപ്പായിട്ട് വരും. ഈ സെർവറിൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇത്. ജസ്റ്റ് ഞാൻ എന്തിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ഈ ജോയിൻ കണ്ടോ അവിടെ VC എന്ന് കണ്ടോ ജനറൽ ചാറ്റ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വോയിസ് അവിടെ സംസാരിക്കാൻ പറ്റും. അതിലിപ്പോൾ ഞാൻ ജനറൽ ചാറ്റ് എടുക്കുകയാണ്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് അയക്കാനൊരു ഓപ്ഷൻ വന്നു, മനസ്സിലായോ. ഹെൽപ്പ് VC അങ്ങനെ പലതുണ്ട്. ചിലത് നിങ്ങൾക്ക് കിട്ടത്തില്ല, കാരണം നിങ്ങൾക്ക് റോൾ വേണം. അപ്പോൾ റോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് ബേസിക്കായിട്ട് ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് ജനറൽ ചാറ്റ് എടുക്കുകയാണ്. ജസ്റ്റ് എൻ്റെ മെസ്സേജ് അവിടെ ഇട്ടുണ്ട്. അതിന് ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാങ് റോൾ എന്നുണ്ടാവും. അതുപോലെ സിറ്റീസണ്, അതുപോലെ കൂൾ ഡൗൺ ഉണ്ട്. എന്തിനാന്ന് അറിഞ്ഞില്ല. പാസ്പോർട്ട്. ഓക്കെ, പാസ്പോർട്ട് എന്നുള്ളതാണ് നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള റോൾ. ആ റോൾ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളിലേ കാണാൻ പറ്റത്തുള്ളൂ ആ ഒരു ഗ്രൂപ്പിൻ്റെ. അപ്പം സെർവറിൽ കുറച്ച് കാര്യങ്ങൾ കാണുള്ളൂ. അവിടെ നിങ്ങൾക്ക് സിറ്റീസൺ എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മൊത്തം ആ സെർവറിൽ എന്തൊക്കെ VC ഉണ്ടോ ഓൾമോസ്റ്റ് കുറേ VC ഇട്ടു. ഗ്യാങ്ങുള്ളവർക്ക് ഗ്യാങ്ങിൻ്റെ VCകൾ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ VC കയറി അഡ്മിനിസ്ട്രേഷൻ സംസാരിച്ച് നിങ്ങൾക്ക് സെർവറിൽ കയറാവുന്നതാണ്. പിന്നെ നമുക്ക് ഗെയിം കളിക്കണമെങ്കിൽ ഗെയിം വേണം. ഓക്കെ, നമ്മൾ സെർവറിൽ ജസ്റ്റ് ജോയിൻ ചെയ്ത് ഇനി നമുക്ക് വേണ്ട ഗെയിം കളിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പ്ലസ് എടുക്കുക, സാമ്പ് വേണ്ടെന്ന് അടിക്കുക. എന്നിട്ട് ഞാൻ ഇപ്പോൾ എലിൻ സാമ്പാണ് ജസ്റ്റ് കാണിച്ചിടാൻ വേണ്ടി ഒരു സാമ്പ് എടുക്കുന്നത്. മിക്ക സെർവറിലും ബാൻഡാണ്, കാരണം ഇതിൽ കുറച്ച് ഹാക്ക് ഫയൽ കയറ്റിക്കൊണ്ട് കളിക്കുന്നവരുള്ളത് കൊണ്ടാണ് ഇത് ബാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ നല്ല പോലത്തെ യൂസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അഡ്മിൻസിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ നോ ഇഷ്യൂ, നിങ്ങൾക്ക് അങ്ങനെ യൂസ് ആക്കാവുന്നതാണ്. ആൻഡ് ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്ഡേറ്റ് എന്ന് കാണാം, ഗെയിം ഫയൽ അപ്ഡേറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു പരസ്യം വരും, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുക. ഓക്കെ, ഇപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ സൈഡിൽ ഇവിടെ പ്ലെയർ എന്നുണ്ട്. അപ്പോൾ പ്ലെയറിന് നെയിം ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ DZ വരുന്നതാണ്. അപ്പോൾ D മാത്രം ക്യാപിറ്റൽ ഇട്ടിട്ട് Z സ്മോൾ, പിന്നെ ഒരു അണ്ടർസ്കോർ ഇടുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പേരിൽ അണ്ടർസ്കോറിനതിൽ ജസ്റ്റ് ഒരു അണ്ടർസ്കോർ ഇട്ട് കൊടുക്കുക. പിന്നെ ശേഷം ലോൽ എന്നാണ്. അപ്പോൾ L ക്യാപിറ്റൽ ഇടുക, വാക്ക് സ്മോൾ ആക്കുക. ഇങ്ങനെയാണ് പേരിടുക. ഓക്കെ, രണ്ടിൻ്റെയും ഒക്കെ തുടക്കത്തിൽ ക്യാപിറ്റൽ ഇടണം. എന്നിട്ട് സേവ് അടിക്കുക. അപ്പോൾ സേവ് അടിച്ചപ്പോൾ എൻ്റെ പേര് അവിടെ സെറ്റ് ആയിക്കണ്ട, DZ ലോലം വന്നു. ഗെയിം ഫയൽ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ഗെയിമിൻ്റെ സെറ്റിങ്സ് ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെയാണ് സെറ്റിങ്സ് എന്നുള്ളത്. ഇപ്പോൾ സെർവർ ആഡ് ചെയ്യാൻ കഴിയില്ല, ലോഡാവാതെ. ഓക്കെ, ഇവിടെ സിസ്റ്റം കീബോർഡ് എന്ന് കാണാം. സിസ്റ്റം കീബോർഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിമിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് സിസ്റ്റം കീബോർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫുൾ സ്ക്രീൻ ഉണ്ട്, അത് ഓണാക്കി. ഡിസ്പ്ലേ FPS അറിയണമെങ്കിൽ FPS ഓണാക്കുക. വോയിസ് ആയിട്ട് ഓണാക്കുക. തൊട്ടതായി തന്നെ അടുത്തൊരു ഓപ്ഷൻ കൂടി വന്നെടുക്കുന്നുണ്ടാവും. അത് പുഷ് ടു ടോക്കാണ്. അത് എന്തായാലും മസ്റ്റ് ഓണാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഫുള്ള് കേൾക്കും അവിടെ. അപ്പോൾ നിങ്ങൾക്ക് നെക്കിക്കൊണ്ട് മാത്രം സംസാരിക്കുക. പക്ഷേ വോയിസുമ്പോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഗെയിമിൻ്റെ അകത്ത് സംസാരിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം മൈക്ക് ഓൺ ആക്കിയാൽ മതി. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ പരിപാടി ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഗെയിമിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഓരോ മെസ്സേജുകൾ വരുമ്പോൾ ആ മെസ്സേജിൻ്റെ സൈസുകൾ എത്രയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് പിന്നീട് ഞാൻ പറഞ്ഞത് തന്നെ എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്നാൽ കുറേ ടൈം വേസ്റ്റ് ആവും. നിങ്ങൾ പെട്ടെന്ന് കാര്യം പറഞ്ഞാൽ ഈ മോഡിഫിക്കേഷൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് മോഡൊക്കെ ആഡ് ചെയ്യാൻ ഇതൊരു ഉപകാരപ്പെടും. ഗ്രാഫിക്സ് മോഡ്, വെഹിക്കിൾ മോഡ്സൊക്കെ അതിൽ ആഡ് ചെയ്യണമെങ്കിൽ അതിന് ചെയ്യാവുന്നതാണ്. ആൻഡ് ബാക്കിയുള്ള ക്ലിയോ മോഡ് അതൊന്നും യൂസ് ചെയ്യരുത്, അതൊക്കെ ഇല്ലീഗലായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ബാൻ കിട്ടും സെർവറിൽ നിന്ന്. അത് ഞാൻ പറഞ്ഞ ഗ്രാഫിക്സ് മോഡ് ചെയ്യാൻ പാടില്ല. ചില സെർവറുകൾ പെർമിഷനോട് കൂടി RPകൾ മാത്രം ചെയ്യണം. PvP വെച്ചാൽ ഫൈറ്റ് സിറ്റുവേഷനിൽ ഒരിക്കലും ഇങ്ങനത്തെ ഫയലിട്ട് കളിക്കാൻ പാടില്ല, നോർമലായിട്ട് തന്നെ കളിക്കണം. ഓക്കെ, അത് താഴത്തുള്ള ഇതാണ്. അതിൽ വാച്ച് ആഡ് കാണാം. ഇപ്പോൾ ഒരു ആഡ് കണ്ടു കഴിഞ്ഞാൽ 2 മണിക്കൂറത്തേക്ക് വേറൊരു ആഡൊന്നും വരത്തില്ല. നിങ്ങൾക്ക് എപ്പോൾ സെർവറിന് എന്തെങ്കിലും ബാക്ക് ആവുക അല്ലെങ്കിൽ ഗെയിം ക്രാഷാണ് വിഷയം എന്നാലും നിങ്ങൾക്ക് തിരിച്ച് വീണ്ടും കയറാവുന്നതാണ്. എന്തായാലും നമ്മുടെ ഗെയിം ഫയൽ ലോഡാകുമ്പോഴത്തേനും ഞാൻ എന്തൊരു IP അഡ്രസ്സ്, നമുക്ക് IP അഡ്രസ്സ് ഗെയിം കയറണമെങ്കിൽ IP അഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു IP ഉണ്ട്, സെർവറിൻ്റെ IP ഉണ്ട്. ജസ്റ്റ് IP എടുക്കുക, നേരെ ഗെയിം എടുക്കുന്നു.
എന്നിട്ട് ഇവിടെ ഗെയിം ഇത് ലോഡായി ഫുള്ളാവണം. ഇത് ഫുള്ളായാലേ നമുക്ക് IP കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫുള്ളാവണമായിരുന്നു വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് സെർവർ എടുക്കാനുള്ളതുണ്ട്. ലോഡിങ് ആഡ് വരും, ഒറ്റടിച്ച് വിട്ടാൽ മതി. ഓക്കെ, അത് ആഡ് സെർവർ എന്നുണ്ടാവും, ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റിൽ നമ്മൾ IP ആണ് ചോദിക്കുന്നത്, IP അഡ്രസ്സ് കൊടുക്കുക. ആൻഡ് താഴത്ത് പാസ്വേഡ് ചോദിക്കും, കൊടുക്കണ്ട. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സെർവർ കയറുമ്പോൾ പാസ്വേഡ് റോങ് കാണിച്ചുകൊണ്ടിരിക്കും, കൊടുക്കരുത്. ഓക്കെ, ടൗൺ സിറ്റി V3 എന്ന് കണ്ടോ ഇവിടെ വന്നത്, ടൗൺ സിറ്റി റോൾ പ്ലേ V3 എന്ന് കാണാം. ജസ്റ്റ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ സെർവറിൻ്റെ IP കൊടുക്കുന്ന ആ സെർവറിൻ്റെ പേര് നിങ്ങൾ കാണിക്കും, ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡീസർട്ട് ലോലൻ എന്നാണ്, ഡീസർട്ട് ലോലൻ ആയതുകൊണ്ട് ആണ്. അപ്പോൾ ഇനി പേരൊക്കെ വേറെ എന്തെങ്കിലും പേരാണെങ്കിൽ നിങ്ങളെ പേര് അതുപോലെ ഇടുക, കണക്ട് അടിക്കുക. കണക്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ലോഡാവും. കുറച്ച് ഒരു സെക്കൻഡ്സുകൾ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഗെയിം ഇങ്ങനെ ലോഡായി വരും. ആ മേലെ കണ്ട ഈത്തുണ്ട്, ആ ഈത്തൻ നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമാതിരി അതിൻ്റെ വലിപ്പം കാണുന്ന രീതിക്കാണ് ആക്കുക. സ്മോൾ ആണെങ്കിൽ സ്മോൾ. ഓക്കെ, ഇതിൽ ഗെയിം ലോഡാവുന്നുണ്ട്. എനിക്ക് ഓൾറെഡി ഇവിടെ ക്യാരക്ടറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ വരുമ്പോൾ ഇവിടെ പാസ്വേഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. എൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് കാണിക്കത്തില്ല. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ സെയിം പേരിട്ടുകൊണ്ട് പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കയറാൻ പറ്റും. പാസ്വേഡ് മറ്റുള്ള ആരും കാണാൻ പാടില്ല. ഓക്കെ, അത് മസ്റ്റായിട്ട് നോക്കുക. അപ്പോൾ പാസ്വേഡ് ഫസ്റ്റായിട്ട് കയറുന്നവർക്ക് 2 വട്ടം പാസ്വേഡ് കൺഫേം ചെയ്യാണ്ടാവും. ഞാൻ കയറി ഓൾറെഡി കുറച്ച് കാലങ്ങളായിട്ട് ഇതിലുള്ളത് കൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഫസ്റ്റ് കയറുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഈ പാസ്വേഡ്. അത് ഞാനിപ്പോൾ വള്ളത്തിലായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി ഓടി വള്ളത്തിൽ വീണു. ആണ്ട് ജസ്റ്റ് ഇവിടുന്ന് എസ്കേപ്പ് ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് കില്ലടിക്കാതെ വേറെ വഴിയില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കില്ലടിച്ചപ്പോൾ ഞാൻ ഡെഡായി. പിന്നെ ഞാൻ റിവൈവ് ചെയ്യണം. റിവൈവ് ആവണമെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് കഴിയണം. 30 സെക്കൻഡ് നമ്മൾ ഡെത്തായി 30 സെക്കൻഡ് ചെയ്താലേ നമുക്ക് EMS എന്ന് റിവൈവ് ചെയ്യത്തുള്ളൂ. ഇതിൽ ബോട്ട് EMS ആണ്. നിങ്ങൾക്ക് ബോട്ട് EMS അല്ലാതെ വരണമെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് EMS സെറ്റ് ആവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ ഇത് അടിച്ച കമാൻഡ് വീണ്ടും അടിക്കണമെങ്കിൽ ജസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്തിട്ട് 2 ആരോ ഉള്ള സാധനം കാണാം. ആ 2 ആരോ ലെഫ്റ്റിലോട്ട് നിൽക്കുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുന്നേ നമ്മൾ ടൈപ്പ് ചെയ്തത് എന്താണോ അത് അവിടെ വീണ്ടും വരും. ജസ്റ്റ് സെൻഡ് അടിച്ചാൽ മതി. ഇങ്ങനെ ഓരോ മിനിറ്റിന് ഓരോ കാര്യങ്ങൾക്ക് ഇതിലിങ്ങനെ ടൈപ്പിങ് ചെയ്തു അതിനെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടൈപ്പ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഗെയിമിൻ്റെ ഗ്രാഫിക്സ് കൂട്ടട്ടോ. അതിൽ നമുക്ക് ഇഷ്ടമത്ര ഗ്രാഫിക്സിലോട്ട് ഒന്ന് കൂട്ടിയിട്ടേക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ. ആൻഡ് വേറൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെറ്റിങ്സ് പോയിട്ട് നിങ്ങൾ ഇതുണ്ടോ റേഡിയോൻ്റെ ഇതിൽ പോയിട്ട് താഴത്തെ ഫുള്ളാക്കാൻ മേലത്തത് ഒന്ന് SFX കുറച്ചിടും. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് വോയിസ് ക്ലിയർ ആയിരിക്കും, ഗെയിം സൗണ്ട് കുറച്ച് ലോ ആയിരിക്കും. എന്തായാലും ഹോസ്പിറ്റലിൽ ഇറങ്ങി കുറച്ച് HP ഇല്ല, നമുക്ക് HP ഫുഡ് ഇതൊക്കെ ഇതിൽ പല കാര്യങ്ങളുണ്ട്. ഫൈമുള്ള ഒട്ടുമിക്ക സാധനം 90% സാധനങ്ങളുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് വയ്യടിക്കുക. ഇവിടെ വയ്യടിക്കുക അവിടെ പറയുന്നുണ്ട്. ഫോൺ അടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഡിസ്പോൺ ആവും. വയ്യടിച്ച് ഇവിടെ എന്നാണ് ഇതിൽ കുറച്ച് ഡബിൾ ആയിരം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അക്കങ്ങൾ വരും. അതിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇത് വരും. അതിലിപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളതും ഫോൺ എടുക്കാനുള്ളതും നമ്മുടെ ഇൻവെൻട്രി ഏറ്റവും മേലത്തതാണ്, ആ കള്ളിപ്പെട്ടി കിടക്കുന്നതാണ് ഇൻവെൻട്രി. തൊട്ടടുത്തുള്ളതാണ് വെഹിക്കിൾ. നമുക്ക് വെഹിക്കിൾ വേണമെങ്കിൽ എടുക്കാൻ വേണ്ടി. ഓക്കെ, ഇതാണ് നമ്മൾ ഇൻവെൻട്രിയുള്ള സാധനങ്ങളാണ് കാണുന്നൊക്കെ. അത് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വിടുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാതെ യൂസ് ബട്ടൺ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാനും പറ്റും. എന്തായാലും നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് വയ്യടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി എടുക്കുക. ഓക്കെ, എൻ്റെ അടുത്തുള്ള ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഫ്രീ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത് ഡാമേജ് ആയതുകൊണ്ട് തന്നെ ഹോൺ അടിച്ച് ഇതാക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പോരാത്തതിന് ഇത് മോഡിഫൈഡ് ആയതുകൊണ്ട് ഇതിങ്ങനെ ഹൈറ്റ് ഓഫ് റോഡിലോട്ട് മാറും. അതുകൊണ്ട് ഇത് ഡിസ്പോൺ ആവില്ല. അടുത്ത വണ്ടി എടുത്ത് കാണിച്ചാൽ എന്തായാലും. ഓക്കെ, ഏകദേശത്തുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് കൂടും. ഇനി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അഡ്മിൻസിനോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് വീഡിയോ പാർട്ട് 2 വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്തായാലും ഇത്രയുള്ള വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും മച്ചന്മാരും കൂട്ടി അടിപൊളി കളിക്കുക.